ഇഫ് ഐ ആസ്ക് യു സ്റ്റോക്ക് മാർക്കറ്റ്, യു ആർ എൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴാണ് ഇവോൾവ് ആയത്. റെഗുലേഷൻസ്, കൊറോണ. അതെ, അതിന് മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നു, എക്സിസ്റ്റഡ് ആയിരുന്നു. വെരി ലെസ് എമൗണ്ട് ഓഫ് പീപ്പിൾ ന്യൂ അബൌട്ട് ഇറ്റ്, അല്ലേ? ബട്ട് അതിന് മുകളിലൊരു ഫ്രെയിം വർക്ക് വന്നതും അതിന് മുകളിലൊരു സ്ട്രക്ചർ വന്നതും റെഗുലേഷൻസ് വന്നതും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഐഡിയ ഇവോൾവ് ചെയ്ത് വന്നപ്പോഴാണ്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് ഗവൺമെൻറ് ലെറ്റ്സ് മേക്ക് എ റെഗുലേഷൻ എന്നല്ലല്ലോ. അപ്പോൾ ആ ടൈം എടുക്കും ഈ ഇൻസ്ട്രുമെൻറ്റിനും. ബിക്കോസ് റൈറ്റ് നൗ 30% ടാക്സ് ഉണ്ട്. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ, 29% ടാക്സ്, 1% TDX, ഓർ 30% ടാക്സ്, അതിൽ 1% TDX പിടിക്കും. വെദർ യു മേക്ക് ഇറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഇറ്റ്, നോ വറീസ്, യു വിൽ ഹാവ് ടു പേ ദ ടാക്സ് ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് ഇന്ത്യൻ എക്സ്ചേഞ്ചസ്. അപ്പോൾ അത്തരത്തിലുള്ള റെഗുലേഷൻസ് ഉണ്ട്, കൺട്രോൾസ് ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മണി ഫ്ലോ, ദർ ഇസ് നത്തിങ് ദാറ്റ് വി ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. ഇഫ് യു വാണ്ട് ടു ലിവ് in India, if you are a crypto investor or trader, you definitely have to pay the tax. You will definitely be monitored by the government. There is no more than 30% ടാക്സ് എന്തായാലും പേ ചെയ്യണം. അതെ, 30+1 വരുന്നുണ്ട്. ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ ആക്ച്വലി ട്രേഡിങ്ങിലേക്ക് വരണം, അല്ലെങ്കിൽ ഇപ്പം ക്രിപ്റ്റോ മാർക്കറ്റ്സിലേക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആസ് എ ബിഗിനർ, ഞാനിപ്പം ഇനീഷ്യലി ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, എൻ്റെ കംപ്ലീറ്റ്ലി അത് ഞാനൊരു ഫുൾ ടൈം ട്രേഡിങ്ങിലേക്ക് ഇരിക്കുന്നതാണോ അതൊരു പാർട്ട് ടൈം പെർസ്പെക്റ്റീവിൽ ട്രേഡിങ്ങിന് അപ്രോച്ച്, അത് ആസ് എ ക്രിപ്റ്റോ മാർക്കറ്റ്സിൽ ഞാൻ ഒരു ഫുൾ ടൈം ട്രേഡിംഗ് എന്ന രീതിയിലാണോ അതൊരു പാർട്ട് ടൈം പെർസ്പെക്റ്റീവിലാണോ എങ്ങനെ ചെയ്യുന്നത്? മൂസിൻ്റെ കയ്യിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂസിൻ എന്താ ചെയ്യുക? ഐ സിറ്റ് ആൻഡ് ട്രേഡ് ഇഫ് ഐ നോ ഫുൾ ടൈം ട്രേഡിംഗ്. അതെ, അല്ലേ? മൂസിൻ അതല്ലേ ചെയ്യുള്ളൂ. ഇപ്പോൾ എനിക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫുൾ ടൈം ട്രേഡർ ആവും. ഒരു ട്രേഡർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യുന്ന ആവശ്യമുണ്ട്. അതെ, ട്രേഡർ ആവണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഇൻ ദ ഹോൾ സിസ്റ്റം. നിങ്ങളൊരു ഫണ്ടമെൻ്റൽ സ്റ്റഡി നടത്തിയിട്ടുണ്ടാവണം, നിങ്ങൾ ടെക്നിക്കലി സ്റ്റഡി നടത്തിയിട്ടുണ്ടാവണം, നിങ്ങൾ ഇമോഷൻസ് നിങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ടാവണം, നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ലോസ്, റിസ്ക്, റിവാർഡ്, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊന്നും ഒരു മണിക്കൂറോട് നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ ഇരുന്ന് പഠിച്ച് മനസ്സിലായി, അല്ലേ? മുസ്ലിം ഇപ്പോൾ ട്രേഡ് ഇരിക്കുന്ന സമയത്ത് ആ ട്രേഡ് സെറ്റപ്പ് ചെയ്യാനായിട്ട് വെറുതെ 4 വര വരച്ചിട്ട് മേടിച്ച് വിറ്റ് അല്ലല്ലോ. അപ്പോൾ ഒരുപാട് പണി ഇതിന് വേണ്ടി എടുക്കുന്നില്ലേ? സോ ആ രീതിയിൽ പ്രോസസ്സിന് ഇൻവോൾവ് ആവാൻ തയ്യാറായ ഒരാൾ, ആ കമ്മിറ്റ്മെൻറ്റ് തയ്യാറായ ഒരാൾ, മോർ ഇമ്പോർട്ടൻ്റ്ലി ഇമോഷണലി സ്ട്രോങ് ആയ ഒരാൾ, ഒരു ഫുൾ ടൈം ട്രേഡർ ആവുന്നത് ആൾക്ക് ഏറ്റവും കൂടുതൽ ഗുണമേ ചെയ്യുള്ളൂ. ഒരു പാർട്ട് ടൈം ട്രേഡർ ആവുക എന്ന് പറഞ്ഞതും വളരെ ഈസിയാണ്. ഇപ്പം നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന പല പ്രൊഡക്റ്റുകളുണ്ട്. ഒരു പാർട്ട് ടൈം ട്രേഡർ എന്ന് പറഞ്ഞത് വളരെ ഫണ്ണായിട്ടൊരു സാധനമാണ്. ഒരു ചായ പിടിക്കാൻ പോകണം, ഒരു ട്രേഡ് എടുക്കുന്നു, ട്രേഡ് എടുത്തു, പ്രോഫിറ്റ് കിട്ടി, ലെറ്റ്സ് ഗോ. ഒരു ട്രിപ്പ് പോകണം, ഒരു ട്രേഡ് എടുക്കുന്നു, ട്രേഡ് എടുത്തു, പ്രോഫിറ്റ് കിട്ടി, ലെറ്റ്സ് ഗോ. സോ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ബട്ട് വൺസ് യു ഗെറ്റ് ദ മസ, ദാറ്റ് ഈസ് ദ ജോഷ് ഓഫ് ഡൂയിങ് ട്രേഡ്സ്, ഗെറ്റിംഗ് പ്രോഫിറ്റ്, ഐ ടെൽ യു വൺ തിങ് ദാറ്റ് എന്തൊക്കെ ജോലി ഉണ്ടെന്ന് അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്രേഡിങ് മാത്രം ഫോക്കസ് ചെയ്യും. കാരണം ഓരോ പാർട്ട് ടൈം, ഇപ്പം ഞാനും ഒരു പാർട്ട് ടൈം ട്രേഡർ ആയിരുന്നു, പിന്നെ ഞാൻ ഫുൾ ടൈം ട്രേഡർ ആയത് ബിക്കോസ് ഐ സോ ഓക്കെ, ഇവിടെ എനിക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, ഇവിടെ എനിക്ക് ആവശ്യമുള്ളതും എനിക്ക് ഇഷ്ടപ്പെട്ടതും മേടിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്, എനിക്ക് എൻ്റെ സമയം എൻ്റെ ലൈഫിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേർ ആസ് ഹിയർ ഐ ആം സ്പെൻഡിങ് മൈ ടൈം ഫോർ someone else company, someone else business, which is good because I was earning good. ഇവിടെ I can be more free because I love that freedom. സോ ഈ ഫ്രീഡം ആവശ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ they can go about it. ഇപ്പോൾ സുന്ദർ പിച്ചായ് ഗൂഗിളിൻ്റെ CEO ആണ്, ഹി മേക്സ് മില്യൺസ് എ ഇയർ, അല്ലേ? ഹി ഓൾസോ ഇസ് ഫ്രീ, ഹി ഈസ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ബട്ട് ഹിയർ ഇറ്റ്സ് അനദർ ഫ്രീഡം. This has a lot of things coming along with it, friendship, gatherings. It's all about money talk, and that is why I love it a lot. And it's about being in the right group, talking about the right thing. So it's like ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ജേർണിയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു ഫുൾ ടൈം ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡെഡിക്കേറ്റ് എവറിത്തിങ് ഫോർ ട്രേഡിംഗ് ആൻഡ് വളരെ പേഷ്യൻ്റായിട്ട് ഇത് പഠിക്കാൻ തയ്യാറാണ്. യു വിൽ നോട്ട് ബിക്കം എ ട്രേഡർ ഇൻ എ മന്ത്, യു വിൽ നോട്ട് ബിക്കം എ ട്രേഡർ ഇൻ എ ഇയർ, യു വിൽ നോട്ട് ബിക്കം എ ട്രേഡർ ഇൻ 3 years. Trading is a process, it's an evolving process. I know that it starts from zero, but it's an evolving process. You will never get to say that I am a professional expert trader. Everyone makes mistake. ഇപ്പോൾ കോടികൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ പോലും they all makes mistake. തീർച്ചയായും. So there is no way around it. You have to face that failure, അല്ലേ? സെക്കൻഡ് തിങ്, പാർട്ട് ടൈം ട്രേഡർ, അത് നിങ്ങളെ ക്യാപിറ്റൽ പോലെ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായി ട്രേഡിങ് ചെയ്യാം. അതായത് മന്ത്ലി ഒരു ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കുക, അത് ക്യാപിറ്റലായിട്ട് അലോക്കേറ്റ് ചെയ്യുക, എന്നിട്ട് ട്രേഡിങ് പഠിക്കുക, മനസ്സിലാക്കുക, സമയം കിട്ടുമ്പോഴൊക്കെ ട്രേഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്രൊഫഷൻ്റെ കൂടെ ട്രേഡിങ് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ അറ്റ് സം പോയിന്റ്. ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ജോലി ഇല്ലാതിരുന്ന ആൾക്കാരുടെ അവസ്ഥ, അവർ ആഗ്രഹിച്ചത് അയ്യോ എനിക്കൊരു വേറെ ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ, എക്സാക്ട്ലി, എനിക്ക് എൻ്റെ ഈ പ്രൊഫഷൻ വെച്ചുകൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ,
എന്നൊക്കെ അവർ ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു. വെൽ അന്ന് അവർ റിയലൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദേ വുഡ് ബിക്കം എ ട്രേഡർ ആയിട്ട് നൗ. തീർച്ചയായും മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഫൈനാൻഷ്യലി കുറച്ചും കൂടിയും ആൾക്കാർ ലിറ്ററേറ്റ് ആയത് കോവിഡ് സമയത്താണ്. പണം ഉണ്ട്, സ്പെൻഡ് ചെയ്യാൻ വകുപ്പില്ല, അതുപോലെ പണം ഇല്ല, എങ്ങനെ ഉണ്ടാക്കും അങ്ങനെ ചിന്തിച്ച ആൾക്കാരുടെ ഇടയിൽ ഓക്കെ വൈ ഡോണ്ട് വി ഇൻവെസ്റ്റ്. ഫസ്റ്റത്തെ കൂട്ടർ ആഗ്രഹിച്ചത് അതാ, വൈ ഡോണ്ട് വി ഇൻവെസ്റ്റ്. രണ്ടാമത്തെ ആൾക്കാർ ഹൗ ക്യാൻ ഐ മേക്ക് മോർ. എനിക്കൊരു ജോലി മാത്രം പോരാ, എനിക്ക് മിനിമം 2 ജോലിയെങ്കിലും വേണം. ജോലി ആസ് ഇൻ ഐ നീഡ് 1 more source of income. അതെ. So there were multiple ways to make money, but I think trading would be much easier, much convenient way to make money if you love money. So yeah. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ സെൻട്രലൈസ്ഡ് ആയിട്ട് അല്ലെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ മാർക്കറ്റ്സുകൾ കമ്പയർ ടു ദാറ്റ് നമ്മൾ എത്രത്തോളം ഇവോൾവ് ആയിരിക്കണം ക്രിപ്റ്റോ മാർക്കറ്റ്സിൽ, അല്ലെങ്കിൽ കമ്പയർ ടു സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എത്രത്തോളം നമ്മൾ ഈ ക്രിപ്റ്റോ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസ് നോക്കി വളരെ ഐഡിയലായിട്ട് ചെയ്യുന്നത് 80% സേഫ് അസറ്റ്സിൽ, 20% കുറച്ച് റിസ്ക് അസറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ക്രിപ്റ്റോ മാർക്കറ്റ്സിൽ ഒരു ബിഗിനർക്ക് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യണം? ഇഫ് യു ആർ എ ബിഗിനർ ഇൻ ക്രിപ്റ്റോ, ഞാൻ ട്രേഡ് ചെയ്യാൻ ഒരിക്കലും പറയില്ല. അതെ, കാരണം ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റാണ്. ഐ വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ലേറ്റർ. ഈ ഹൈലി വോളറ്റൈൽ ആയ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ യു വിൽ നെവർ നോ വെൻ ടു ബൈ വെൻ ടു സെൽ. നിങ്ങൾ സ്വിംഗ് ട്രേഡ് എടുക്കുകയാണെങ്കിൽ പോലും സ്വിംഗ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ SL ഒക്കെ അടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകും. അപ്പോൾ ചിലപ്പോൾ താഴത്തേക്ക് വരും, SL അടിക്കും, നേരെ പോക്ക് പോകും, എവിടെയെങ്കിലുമൊക്കെ പോകും, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പ്രൈസ് പോയിട്ടുണ്ടാവും. നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ തന്നെ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഹൈലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ക്രിപ്റ്റോ കറൻസി. സോ നിങ്ങൾ അസറ്റ് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന സമയത്തോ ഐ വുഡ് സേ സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് മോർ കൺട്രോൾഡ്. ഒരു ലിമിറ്റ് ഉണ്ട് അവിടെ, ടൈം ഫ്രെയിം ഉണ്ട് അവിടെ. ഇവിടെ അങ്ങനത്തെ ഒരു ഫ്രെയിം ഇല്ല. ഈവൻ ദോ ദർ ഇസ് ടൈം ഫ്രെയിം 4 hours, 1 hour, 30 minutes എല്ലാ ടൈം ഫ്രെയിംസ് ഉണ്ടെങ്കിൽ പോലും ഈ ടൈം ഫ്രെയിമിൽ വെച്ച് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല, ഈസിയായിട്ട് പ്ലേ ഔട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് ട്രേഡും കാര്യങ്ങളിലേക്ക് പോവാം. ബട്ട് അഗെയിൻ ഇറ്റ്സ് എ വോളറ്റൈൽ മാർക്കറ്റ്. ഐ എം സേയിങ് റിസ്ക് ഇൻവോൾവ് ഇൻ ഇറ്റ്, ബട്ട് റിവാർഡ് റേഷ്യോ ഇസ് ഹൈ. സോ സ്റ്റോക്കിൽ നിന്ന് ക്രിപ്റ്റോയിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ സ്റ്റാർട്ട് ആസ് എൻ ഇൻവെസ്റ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമയവും സേവ് ചെയ്യാം, തലയിൽ കുറേ മുടിയും സേവ് ചെയ്യാം, ടെൻഷൻ അടിച്ച് വെറുതെ ബോധറാവണ്ട. സോ ഇഫ് യു സ്റ്റാർട്ട് ആസ് എൻ ഇൻവെസ്റ്റർ, വാട്ട് ഹാപ്പൻസ്, യു വിൽ ഗെറ്റ് ടൈം ടു ലേൺ അബൌട്ട് ദിസ് ഇൻഡസ്ട്രി. ഈ ഗെയിമിനെ പറ്റി പഠിക്കാൻ മനസ്സിലാക്കാൻ സമയം കിട്ടും. ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അതിൻ്റെ ടെക്നോളജിനെ പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ അതിലെ അവസരങ്ങളെ പറ്റി അന്വേഷിക്കാനോ പറ്റില്ല. കാരണം ക്രിപ്റ്റോ ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ട്രേഡിങ്. ദർ ആർ സ്റ്റേക്കിംഗ്, ലെൻഡിങ്, എയർ ഡ്രോപ്സ്, ഫാമിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രേഡിങ്ങിലുണ്ട്, which is not currently in stock market or any other financial instrument. So ഈ ടെക്നോളജിയുടെ ബൈ പ്രൊഡക്റ്റ് ആയി നിൽക്കുന്ന സർവീസുകൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം എ സക്സസ്ഫുൾ ഇൻവെസ്റ്റർ. I am a successful investor. I'm happy to say that I have invested good money in good project. So ഓരോ ഗുഡ് പ്രോജക്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാം. So I can suggest a few. സ്റ്റേബിൾ എന്ന് നിൽക്കുന്നത് ബിറ്റ്കോയിൻ, because it's the crypto daddy. Of course it is the OG of crypto. Second thing is Ethereum, because there is a lot of developers, a lot of applications, so-called DApps, decentralized applications. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിനെ ഇൻസ്റ്റാഗ്രാം ആക്കിയ പോലെ, ഡീസെൻട്രലൈസ് ഇൻസ്റ്റാഗ്രാം ആക്കിയ പോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ജസ്റ്റ് ഗിവ് യു ആൻ എക്സാമ്പിൾ. അതുപോലെ തന്നെ BNB, ദർ എക്കോസിസ്റ്റം ഈസ് ഹ്യൂജ്. ബൈനാൻസ് ചെയിൻ എന്ന് പറഞ്ഞ എക്കോസിസ്റ്റം വളരെ ഹ്യൂജാണ്. സോ അവർ സ്റ്റേബിൾ ആയിരിക്കും, ദേ വിൽ സസ്റ്റെയിൻ. അതുപോലെ തന്നെ വേറെ കുറേ പ്രൊജക്റ്റുകളുണ്ട്, ബട്ട് ദീസ് 3 ആർ ദ ലാർജസ്റ്റ് ക്യാപ്പ് എന്ന് പറയാം. സോ ലാർജ് ക്യാപ്പ് ക്രിപ്റ്റോ കറൻസികൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു മെജോറിറ്റി സ്റ്റേക്ക് മാറ്റിയൊക്കെ നന്നായിരിക്കും. കുറച്ചുകൂടി സേഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണോ, അതോ കുറച്ച് വോളറ്റിലിറ്റി കുറവായിരിക്കും? ഓക്കെ, അതെ, ബിക്കോസ് സ്റ്റേബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്കോസിസ്റ്റം ആണ്. ഒരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നോക്കി കാണുന്നുണ്ടെങ്കിൽ ഇപ്പം പാസ്റ്റ് 2011 ഡാവിഞ്ചി ജെറിമി പറഞ്ഞു, ഇഫ് യു ബൈ $1 ഓഫ് ബിറ്റ്കോയിൻ നൗ യു വിൽ ബിക്കം മില്യണർ വാട്ടെവർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അതേപോലെ ഇപ്പോൾ ഒരു 2 പിസ മേടിക്കാൻ 10,000 BTC പേ ചെയ്തിട്ടുള്ള ഏതൊരു ഡേ നമ്മൾ ആദരിക്കുന്നുണ്ട്. സോ അപ്പോൾ അത്രത്തോളം വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ്, അല്ലെങ്കിൽ ഇത്രയും റിട്ടേൺസ് തരുന്ന മാർക്കറ്റ്സിൽ ആളുകൾ ഇപ്പോഴും ഭയക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടാവുമല്ലോ, വൈ ഐ കാണ്ട് ഇൻവെസ്റ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ മാർക്കറ്റ് എന്നുള്ള രീതിയിലുള്ള എന്തൊരു എലമെൻ്റ് ആണ് ആക്ച്വലി ഒരു ബിഗിനർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിംഗ് എന്ന് അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ ഒരു മാർക്കറ്റ്സിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം എന്താണ്? ഐ തിങ്ക് ദിസ് ടെക്നോളജി ഈസ് ലൈക്ക് ഏലിയൻ.
എല്ലാവരും നോക്കിക്കാണുന്നത് എന്താ, സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു കൺട്രോൾ ഉണ്ട്, സെബി രജിസ്റ്റേർഡ്, RBI കൺട്രോൾ, RBI കൺട്രോൾ ഉണ്ട്. അതുപോലെ ഒരുപാട് ഫൈനാൻഷ്യൽ ബോഡീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ബാങ്കുകളൊക്കെ ഹാപ്പിയാണ്, വി അബൌട്ട് ഗുഡ് ടു വർക്ക് വിത്ത് സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്ചേഞ്ചസ്, ബ്രോക്കറേജസ് ആൻഡ് വാട്ട് നോട്ട്, അല്ലേ? കമ്പാരിറ്റീവ്ലി ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ തന്നെ ഇത് എന്തോ ഒരു ഉടായ്പ പോലെയാണ്. ആ ഒരു മൈൻഡ് സെറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെൽ, ഇഫ് യു ലുക്ക് ബാക്ക്, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഉടായ്പ തന്നെയായിരുന്നു ഒരു സമയത്ത്. അവരുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു, MLM കമ്പനികൾ ഉണ്ടായിരുന്നു, ഇത്ര കാശ് തരാം, ഞങ്ങൾ ഇത്ര കാശ് റിട്ടേൺ തരാം, ഈ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ മോശമാക്കിയവരും അതിനെ കഷ്ടപ്പെട്ട് നല്ലൊരു ഫേസിൽ കൊണ്ടുവന്ന ആൾക്കാരും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്, അല്ലേ? അതായത് നിങ്ങൾ ഇത്ര ഫണ്ട് തരാം, ഞങ്ങൾ ആ ഫണ്ട് നിങ്ങൾക്ക് എല്ലാ മാസം ഇത്ര വെച്ച് തരാം. അവർക്ക് അതേ അറിയുള്ളൂ. ഇവര് കാശ് വെച്ചുകൊണ്ട് എന്താ ചെയ്യണമെന്നൊന്നും ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുന്നില്ല. സോ ദ സിറ്റുവേഷൻ ഇസ്, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സമയത്ത് ഇതേ സിറ്റുവേഷനിലായിരുന്നു. ഈവൻ ബോണ്ടും, അല്ല പണ്ട് ഷെയർ മാർക്കറ്റ് എന്ന് വിളിക്കുക, ഇതൊക്കെ ഒരു സമയത്ത് കളിയാക്കപ്പെട്ടിരുന്ന ഒരു പ്രൊഫഷനായിരുന്നു. എന്നാൽ ഇന്ന് അതിനെ വളരെയധികം ഉയർച്ചയിൽ കാണുന്ന ഒരു പ്രൊഫഷനായി മാറിയിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷൻ. എത്രയോ ആൾക്കാർ നമ്മൾ മുമ്പിലുണ്ട് എക്സാമ്പിളായിട്ട്. ഹൗ ഗുഡ് ദേ ആർ ലിവിങ് ആൻഡ് ഐ എം സോ ഗ്ലാഡ് ദാറ്റ് യു പീപ്പിൾ ആർ ഡൂയിങ് റിയലി ഗുഡ്. സോ ഇത് ഇൻഡസ്ട്രി, ഇതൊരു പ്രൊഫഷൻ ഗെയിമാണ്, അല്ലേ? ബട്ട് നമ്മൾ ഒബ്വിയസ്ലി നാട്ടിലേക്ക് വരുന്ന സമയത്ത്, കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ടാവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷനാണ് പല രാജ്യങ്ങളിലും. കേരളത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന് MLM ആയി മാറി, അത് വേറെ മണി ചെയിനായി മാറി. ബിക്കോസ് അതിനെ നെഗറ്റീവ് ഫേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമ്പനികളോടെ ഉണ്ട്. They know how these good companies are making money, so let us create something that is similar to this and make money. They don't know what the system is. അതാണ് പ്രശ്നം. ക്രിപ്റ്റോയിൽ അങ്ങനെ തന്നെയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് തുറക്കത്തിലെ പോലെ തന്നെ ക്രിപ്റ്റോയിൽ ഇപ്പോൾ തുറക്കാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ദർ ആർ ഫേക്ക് കമ്പനീസ്, ദർ ആർ കമ്പനീസ് ദാറ്റ് വിൽ ഡ്രെയിൻ യുവർ വാലറ്റ്. റഗ് പുൾ എന്നൊക്കെ പറയും. ഒരു സമയത്ത് ഒരു പ്രൈസിലേക്ക് പോവും, കറക്റ്റ് പീക്കിലെത്തുന്ന സമയത്ത് ഡ്രെയിൻ ആവും, 0 പ്രൈസിലേക്ക് പോകും, ട്രേഡിങ് സ്റ്റോപ്പ് ആവും. കാരണം ആ പോയിന്റിൽ ഇത് ഉണ്ടാക്കിയ ആൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സെൽ ഓഫ് ചെയ്ത് കളയും. ഓക്കെ, അപ്പം ബിറ്റ് കോയിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ പാസ്റ്റ് 4 ഇയേഴ്സിൻ്റെ ഒരു ഡാറ്റ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 200% റിട്ടേൺസ് തന്നിട്ടുണ്ട്. അതിനുശേഷം അതേ ഒരു 150% ഡ്രോപ്പ് ഡൗൺ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കി ഇത്രയും മാർക്കറ്റ് വോളറ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഈ ഒരു മേഖലയാണല്ലോ ആക്ച്വലി വോളറ്റാലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ കമ്പയർഡ് ടു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എത്രത്തോളം ഉണ്ട് എന്നതാണ് വിശ്വസിക്കുന്നത്. I'll correct something there. 2020 കോവിഡ് സമയത്ത് ക്രാഷ് ആണ് ഏറ്റവും 30-38% ക്രാഷ് ആണ് ബിറ്റ്കോയിൻ സംഭവിച്ചിട്ടുള്ളത്. മണി ഫ്ലോ ഇല്ലാതെ വന്നതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 2024 ഇപ്പോൾ റീസെന്റ് നടന്ന ക്രാഷ് എന്ന് പറയുന്നത് വെറും 8% മാത്രമാണ്. സോ ബിറ്റ്കോയിൻ്റെ കേസിൽ ബിക്കോസ് ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ക്യാപ് ഇൻ ദ ഇൻഡസ്ട്രി ഇൻ ദ ഗെയിം, ഇറ്റ് ഈസ് ഇവോൾവിങ്, ഇറ്റ് ഈസ് ഗോയിങ് ഗ്രാജുവലി അപ്വേർഡ് ഓൺലി. താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്, കറക്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് പ്രൈസ് കറക്ഷൻ ഇസ് it's everywhere. But since it is like a huge market, ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ, ഗ്ലോബൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു കൺട്രോൾ ഇല്ല. ഇത്ര പ്രൈസിലേക്ക് ഇറങ്ങാൻ പാടൂ, ഇത്ര പ്രൈസിലേക്ക് കയറാൻ പാടൂ, ഒരു കൺട്രോൾ അവിടെ ഇല്ല. ഒരു പ്രൈസ് റേഞ്ച് സെറ്റ് ചെയ്തിട്ടില്ല ആരും. അതായത് കൺട്രോൾ ഇല്ലാന്ന സമയത്ത് ഇപ്പം ഹർഷത് മേത്തയുടെ ഒരു സ്കാം നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. He found out the loophole. That manipulation, അതായത് ഈ സ്റ്റോക്കിൽ ഇത്ര ഡംപ് ചെയ്യാന്നുള്ള രീതിയിൽ, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ക്രിപ്റ്റോ ട്രേഡിംഗിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നത്. എക്സാക്ട്ലി. ക്രിപ്റ്റോയിൽ ഇപ്പോൾ ആ റെഗുലേഷൻ വന്നില്ല, കൺട്രോൾ. എനിക്ക് തോന്നുന്നു ഹർഷത് മേത്തയ്ക്ക് ശേഷമാണ് ഈ ഗവൺമെന്റ് തന്നെ കുറച്ച് സീരിയസ് ആയത്. അതെ. കാരണം ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ട്, ഇതുപോലെ ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ മൈ പോയിന്റ് ഇസ്, ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ കറക്ഷൻ ഇസ് ഹാപ്പനിങ്, ബട്ട് പീപ്പിൾ ആർ ബിലീവിങ് ഇൻ ഇറ്റ്. ആസ് ഒരു ബിലീവ് സിസ്റ്റം അതിൻ്റെ ടോപ്പിലുണ്ട്. But coming back to other crypto, I am not sure of how many cryptos are going to sustain. ഇപ്പോൾ ബിറ്റ്കോയിൻ കഴിഞ്ഞിട്ടുള്ള വേറെ പല ക്രിപ്റ്റോ കറൻസികളുണ്ട്. ഫോർ എക്സാമ്പിൾ എത്തേറിയം. ഇപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ there were only 500 ക്രിപ്റ്റോ കറൻസീസ്, 500 to 1000 ആ റേഞ്ചിലായിരുന്നു. ഇന്ന് ഏകദേശം 26,000 എബോ ക്രിപ്റ്റോ കറൻസികളുണ്ട്. സോ ഇത്രയും അധികം ക്രിപ്റ്റോ കറൻസികളുടെ ഇടയിൽ ഏത് നല്ലത്, ഏത് പൊട്ട, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നെല്ലാം സംശയിക്കുന്ന ആൾക്കാരുടെയൊക്കെയാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ ഒരു കാൽക്കുലേഷൻ. ദാറ്റ് ഇസ് മെജോറിറ്റി ഓഫ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ഗോസ് ടു ദ ലാർജർ ക്യാപ്പ്. പിന്നെ ഒരു മിഡ് ക്യാപ്പിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ലോ ക്യാപ്പ്, അതായത് മീം കോയിൻസും അതുപോലുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റുകളുണ്ട്. ദാറ്റ് യു ബിലീവ് ദാറ്റ് ഇൻ ഫ്യൂച്ചർ ഇറ്റ് മേ ബ്രിങ് യു സം പൊട്ടൻഷ്യൽ റിട്ടേൺ, അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലാത്ത കേസുകളിൽ കൂടുതലും ഈ ലാർജ് ക്യാപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. സോ വോളറ്റിലിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ്കോയിനും ഈ പറഞ്ഞ BNB എതേറിയത്തിനൊക്കെ വോളറ്റിലിറ്റി വളരെ കുറവാണ്. ബട്ട് അതർ ക്രിപ്റ്റോ കറൻസീസ് അതർ ദാൻ ബിറ്റ്കോയിൻ, വി ക്യാൻ കോൾ ഇറ്റ് അൾട്ട്കോയിൻസ്. ഈ അൾട്ട്കോയിൻസിൻ്റെ വോളറ്റിലിറ്റി വളരെ ഹൈ ആണ്. അപ്പോൾ റിസ്കി ആയിട്ടൊരു ഇൻഡസ്ട്രിയാണ് ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിവാർഡിംഗ് ആണ്, ഭയങ്കര റിവാർഡിംഗ് ആണ്.
ഇപ്പം ഞാൻ BNB ടോക്കൺ മേടിക്കുന്ന സമയത്ത് എക്കോസിസ്റ്റം അത്ര ഗ്രോത്തിലില്ല. ഞാൻ മേടിച്ചത് 300 രൂപ 600 രൂപ പെർ ടോക്കണിൻ്റെ വാല്യൂ ആണ്. പിന്നെ 1000 രൂപ ഈ റേഞ്ചിലൊക്കെ മേടിച്ചിട്ടുണ്ട്, 1500 രൂപ വരെ മേടിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ ടോക്കണിൻ്റെ വില 35,000 റുപ്പീസിന് മുകളാണ് ഒരു ടോക്കണിൻ്റെ വാല്യൂ. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. $1 ബിറ്റ് കോയിൻ്റെ അവഞ്ചി മേടിക്കാൻ പറഞ്ഞു, ഇന്ന് ആ ബിറ്റ് കോയിൻ്റെ വില 56 lakh. ആസ് വി സ്പീക്ക് ഇറ്റ്സ് 56 lakh. എതേറിയം ഐ ബോട്ട് ഇറ്റ് അറൌണ്ട് 12,000. നൗ ഇറ്റ്സ് മോർ ദാൻ 3 lakh. സോ ഹൈലി വോളറ്റൈലാണ് ഈ പറഞ്ഞ പ്രൊജക്റ്റുകളൊക്കെ. റിസ്ക് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് കമ്പാരിറ്റീവ്ലി അവർക്ക് കുറച്ചും കൂടിയും വോളറ്റിലിറ്റി കുറവാണ്. ബട്ട് അതർ ക്രിപ്റ്റോ കറൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ദേ ആർ മോർ സ്ട്രോങ്ങർ ഇൻ ഫണ്ടമെൻ്റൽ. ടെക്നിക്കലി നമുക്കൊരിക്കലും ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു ലോങ് ടേം മൈൻഡ് സെറ്റോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ. അതല്ലാതെ നിങ്ങൾക്ക് ഒരു മാസം 2 മാസം റിട്ടേൺ കിട്ടില്ല. ബട്ട് ദ തിങ് ഇസ് ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ഒരു ഇൻഡസ്ട്രി ഗെയിം അല്ലെങ്കിൽ ഒരു സൈക്കിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സൈക്കിൾ അനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി മേക്ക് മണി എവറി ഇയർ. ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ യു വിൽ ഹാവ് ടു വെയിറ്റ് മിനിമം 2 to 3 years ടു ബ്രേക്ക് ഈവൻ യുവർ പ്രോഫിറ്റ്. മാർക്കറ്റ് ഒരുപാട് ക്രാഷ് ആവും, ഒരുപാട് കറക്ഷനിലേക്ക് വരും. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണുള്ളത് അതുപോലെ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിലുണ്ട്. ദ ഹോൾ ഐഡിയ സെയിം. ചാർട്ട് ഉണ്ട്, ഇവിടെയും ചാർട്ട് ഉണ്ട്. ടൈം ഫ്രെയിം ഉണ്ട്, ഇവിടെയും ടൈം ഫ്രെയിം ഉണ്ട്. ബൈയിങ്ങും സെല്ലിങ്ങും ട്രേഡിങ്ങും ഓപ്ഷനും ഫ്യൂച്ചർ എല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾ വരയ്ക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ സെയിം തന്നെയാണ്. ട്രേഡിങ് ഇസ് കംപ്ലീറ്റ്ലി സെയിം, ലൈക്ക് ഓൾമോസ്റ്റ് സെയിം എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് മാർക്കറ്റിൻ്റെ നേച്ചറിലി ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സം പെർട്ടിക്കുലർ നെറേറ്റീവ്സ്. അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്കറിയില്ല ഹൗ ദ നെറേറ്റീവ്സ് വർക്ക്. കാരണം ഐ ബിലീവ് ദിസ് ഇസ് വാട്ട് ഐ ബിലീവ് നിഫ്റ്റി ഇൻഡെക്സ് പോകുന്നതിനനുസരിച്ചിട്ട് ബാക്കി പ്രൊജക്റ്റുകളും ബാക്കി സ്റ്റോക്കുകളും ഫോളോ ചെയ്യുന്നതായിട്ട് കാണാം. വൺസ് നിഫ്റ്റി ഈസ് ഗോണ ക്രാഷ് ദ ഹോൾ സ്റ്റോക്ക് വിൽ ഓൾസോ കറക്റ്റ് അല്ലേ. അങ്ങനെയല്ല വരുന്നത്, മൊത്തത്തിലൊരു കൺട്രോളാണ് വരുന്നത് അല്ലേ. നിഫ്റ്റി എന്ന് പറയുന്നത് 50 സ്റ്റോക്കിൻ്റെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ബക്കറ്റാണ്. ക്രിപ്റ്റോയിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബിറ്റ് കോയിൻ. ബിറ്റ് കോയിൻ മുകളിലേക്കാണോ എല്ലാ ക്രിപ്റ്റോ കറൻസിയും ഫോളോ ചെയ്യും. ബിറ്റ് കോയിൻ താഴത്തേക്കാണോ എല്ലാ ക്രിപ്റ്റോ കറൻസിയും ഡംപ് ചെയ്യും. Fundamental is Bitcoin. Exactly. So Bitcoin is an index of cryptocurrencies. So you follow Bitcoin to invest in crypto. ബിറ്റ്കോയിൻ്റെ സൈക്കിൾ ഉണ്ട്, അതിനെ ബുൾ റൺ ബെയർ റൺ എന്ന് പറയും. സെയിം ഇവിടെ അത് തന്നെയാണ്. ബട്ട് ബിറ്റ്കോയിൻ്റെ സൈക്കിൾ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇറ്റ് ടേക്സ് മിനിമം 400 days. 4 years. അതായത് 20,000 ബ്ലോക്ക് 4 years എടുത്തിട്ടാണ് ബിറ്റ്കോയിൻ ഒരു ഹാൾവിങ് സംഭവിക്കുക. ഹാൾവിങ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ സപ്ലൈ കുറയ്ക്കുക. സെയിം ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് വെൻ സപ്ലൈ ഗോസ് ഡൗൺ ദ ഡിമാൻഡ് ഗോസ് ഹൈ. സോ ബിറ്റ്കോയിൻ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുന്നു. ഒബ്വിയസ്ലി ബിറ്റ്കോയിൻ്റെ പ്രൈസ് പതുക്കെ മുകളിലേക്ക് പമ്പ് ചെയ്യുന്നു, ആൾക്കാർ മേടിക്കുന്നു. സെയിം ടൈം വാട്ട് ഹാപ്പൻസ്, ബിറ്റ്കോയിൻ്റെ കൂടെ മറ്റ് പ്രൊജക്റ്റുകളും പിക്കപ്പായി വരുന്നു. സോ അവർ വോളറ്റൈൽ ആവും. ഓക്കെ, നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടു ഈ മൈനിങ് ആയിട്ടുള്ള ഹാംസ്റ്റർ കോമ്പാക്റ്റ്, അതുപോലെ കുറച്ച് മുൻപാണ് NFTs ഒക്കെ പോപ്പുലാരിറ്റി ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചർ അല്ലെങ്കിൽ എത്രത്തോളം ലെജിറ്റിമസി എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ നോക്കി കാണാൻ പറ്റും? ഇറ്റ്സ് ഓൾസോ നെറേറ്റീവ്. സോ ലൈക്ക് ഐ മെൻഷൻഡ്, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ഡ്രൈവ് ചെയ്യുന്നത് നെറേറ്റീവ് വെച്ചിട്ടാണ്. ചില സമയത്ത് ബിറ്റ്കോയിൻ ബുൾ റണ്ണ് പോലും എഫക്റ്റ് ചെയ്യുന്നത് ഈ നെറേറ്റീവ് കൊണ്ടാണ്. അതായത് ബുൾ റൺ സംഭവിക്കുന്നത് ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. മനസ്സിലാവുന്നുണ്ട്. ഒരു ചെടി വളരുന്ന പോലെയാണ് ബിറ്റ്കോയിൻ മൈനിങ് എന്ന് പറയുന്നത്. ബിറ്റ്കോയിൻ 149 വർഷം വരെ ഇനി മൈൻ ചെയ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി 19 മില്യണിന് മുകളിൽ മൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു, വിച്ച് ഇസ് മോർ ദാൻ 95% ഓഫ് ബിറ്റ്കോയിൻ. 21 മില്യൺ ബിറ്റ്കോയിൻ മാത്രമേ ലോകത്തിൽ ഉണ്ടാക്കപ്പെടുകയുള്ളൂ. അത് ഇനിയും ഇപ്പോൾ 19 മില്യൺ ആയി, ഇനി 21 മില്യണിലേക്ക് 3 മില്യൺ ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് ഇനിയും 147 years എടുക്കും. സോ ഇതെല്ലാം നാച്ചുറലി കാൽക്കുലേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു മാത്തമാറ്റിക്സ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി കാൺ ടാപ്പ് ഇൻ ടു ഓൾ ദാറ്റ് സിസ്റ്റം. ഇത് നാച്ചുറലി ആ ഒരു 147 വർഷം വരെ റൺ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സാധനം. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ് ഐ ഡോണ്ട് നോ. സോ ബിറ്റ്കോയിൻ മൈനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒന്നും ഒരിക്കലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. വെൽ, കമ്മിങ് ബാക്ക് ടു വാട്ട് വാസ് യുവർ ക്വസ്റ്റ്യൻ അഗൈൻ? ഐ ഫോർഗോട്ട് ദാറ്റ് ടാപ്പ് സിസ്റ്റം, സോറി ദ നെറേറ്റീവ് അല്ലേ. സോ ബിറ്റ്കോയിൻ്റെ ഈ മൈനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഈ സപ്ലൈ ഡിമാൻഡിനെ പോലും എഫക്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ നെറേറ്റീവ്സ് ആണ്. ഒരുപാട് നെറേറ്റീവ്സ് ഉണ്ട്. ടാപ്പ് ടു ഏൺ എന്ന് പറഞ്ഞ നെറേറ്റീവ് ഉണ്ട്. ഗെയിമിഫിക്കേഷൻ നെറേറ്റീവ് ആണ്. DeFi ഒരു നെറേറ്റീവ് ആണ്, ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ്. ഗെയിമിഫൈ എന്ന് പറയുന്നത് ഗെയിം കളിച്ചാൽ ക്രിപ്റ്റോ ഉണ്ടാക്കാൻ പറ്റും. സാൻഡ് ബോക്സ്, അതുപോലെ മെറ്റാലാൻഡ്. എക്സാക്ട്ലി. സോ അതുപോലെ ഒരുപാട് പാവയനൊക്കെ നല്ലപോലെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ്സ് അനദർ നെറേറ്റീവ്. അതുപോലെ മീം കോയിൻ ഒരു നെറേറ്റീവാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ചില സമയത്ത് ചില നെറേറ്റീവ്സ് ആയിരിക്കും കൂടുതൽ പോപ്പുലാരിറ്റിയിലേക്ക് എത്തുക. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് റണ്ണിൽ മീം കോയിൻസ്, ഷിബ ഇനു, ഡോജ് കോയിനൊക്കെ ആയിരുന്നു ഒരുപാട് പോപ്പുലാരിറ്റി ക്രിപ്റ്റോ ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ട് കൊണ്ടുവന്നത്. സോ ദ ഹോൾ പീപ്പിൾ ഡംപ്ഡ് ദെയർ മണി ഇൻ ടു ദ ഇൻഡസ്ട്രി. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്.
സോ അത് ബിറ്റ് കോയിനെ സപ്പോർട്ട് ചെയ്തു, അല്ല അതൊരു നെറേറ്റീവ് ആയിരുന്നു. ഈ രണ്ടും നോക്കുകയാണെങ്കിൽ ടാപ്പ് ടു വേണം, ഓർ വി കോൾ ഇറ്റ് പ്ലേ ടു വേണം, കളിക്കുക കാശുണ്ടാക്കുക. സോ ഈ ഹാംസ്റ്റർ കോമ്പാക്ട് പോലെ ടൈം ഫാം, അതുപോലെ യെസ് കോയിൻ, നോട്ട് കോയിൻ, അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ വന്നു. ടെലിഗ്രാം ബോട്ടുകളാണ് അവരെല്ലാം. സോ ഇതിൻ്റെ എല്ലാം ലെജിറ്റിമിറ്റി, അല്ലെങ്കിൽ ഇതിനെല്ലാം എന്താ പറയുക, ട്രസ്റ്റ് വർത്തി എത്രത്തോളം എന്നുള്ളത് വി ഡോണ്ട് നോ, വി ഹാവ് നോ ഐഡിയ. ബട്ട് നോട്ട് കോയിൻ വാസ് സംതിങ് എൽസ്. നോട്ട് കോയിൻ ആണ് ഇതിനെ തുടങ്ങി വെച്ചത്. നോട്ട് കോയിനെ ഫോളോ ചെയ്ത് യെസ് കോയിൻ വന്നു, നേരെ ഓപ്പോസിറ്റ് യെസ് കോയിൻ വന്നു, അതിനുശേഷം ടൈം ഫാം വന്നു, പിന്നെ ഹാംസ്റ്റർ കോമ്പാക്ട് വന്നു. ഇവരെല്ലാം എക്സിസ്റ്റിംഗ് ആണ്. ബട്ട് വാട്ട് ഹാപ്പൻ ആഫ്റ്റർ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹാംസ്റ്റർ കോമ്പാക്ട് ബിക്കെയിം എ ഹ്യൂജ് സ്കാം കൈൻഡ് ഓഫ് എ പ്രോജക്റ്റ്. കാരണം ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആയെങ്കിൽ കൂടി ആർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ എക്സാക്ട്ലി വേസ്റ്റ് ഓഫ് ടൈം ആയി മാറി. ബട്ട് പല പ്രൊജക്റ്റുകളും ബാക്ക് ചെയ്യുന്ന കമ്പനികൾ ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ടൈം ഫാം, പിന്നെ യെസ് കോയിൻ, നോട്ട് കോയിൻ ലിസ്റ്റഡ് ആണ്. പിന്നെ ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. ഡോഗ്സ് ഇപ്പോൾ ഓൾറെഡി ബൈനാൻസിൽ എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. സോ ദർ ആർ പ്രൊജക്ട് വിച്ച് ഇസ് ബീൻ പുഷ്ഡ് ബൈ ഹാംസ്റ്റർ കോമ്പാക്ട്. താഴത്തേക്ക് പുഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഹാംസ്റ്റർ കോമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഹാംസ്റ്റർ കോമ്പാക്ട് കൂടുതൽ പോപ്പുലാരിറ്റി കൊണ്ടുവന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയും വീഡിയോസിലൂടെയൊക്കെയാണ്. ടിക്ടോക്കാണ് കുറച്ചും കൂടി പുഷ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. സോ ഓൾ ദീസ് കൈൻഡ് ഓഫ് പ്രോജക്ട്സ് ആർ കോൾഡ് ആസ് എ നെറേറ്റീവ്, എ പ്ലേ ടു എ നെറേറ്റീവ്. അത് മാർക്കറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ക്രിപ്റ്റോ മാർക്കറ്റിനെ അറിയാത്തവരിലേക്ക് കൊണ്ടുപോയി. ഇന്ന് എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ചോദിക്കുന്നത് ഹാംസ്റ്റർ കോമ്പാക്ട് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യാം, മറ്റേത് ലിസ്റ്റ് ചെയ്യുക. കാരണം അവരാണ് വരുന്നത് മാർക്കറ്റിൽ പുതുതായിട്ട്. കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ ഡോജ് കോയിൻ എന്താ അവസ്ഥ, ഷിബ ഇനു എന്താ അവസ്ഥ, ഇതൊക്കെ എക്സാക്ട്ലി മീം കോയിൻസ് ആണ് ഇതെല്ലാം. അടുത്ത റണ്ണിൽ നോക്കുകയാണെങ്കിൽ വേറെ നെറേറ്റീവ് ആയിരിക്കും, ഗെയിമിംഗ് നെറേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഡിഫൈൻ നെറേറ്റീവ് ആയിരിക്കാം, പല നെറേറ്റീവ്സ് വരാം. സോ ഈ പ്രൊജക്റ്റുകളുടെ ഒക്കെ പിന്നിൽ ആര് പ്രവർത്തിക്കുന്നു, എന്താണ് ട്രാൻസ്പെറൻസി, നോ വൺ നോസ്. I think till that day, I don't think that I can proudly say, okay, this project will sustain, this project will not sustain. Okay. Again, come to Web3. നമുക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിന് ഈ ഒരു Web3 എന്ന് പറയുന്ന ടെക്നോളജി അവരുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓൺടർപ്രണേഴ്സിന് എങ്ങനെയാണ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആകാൻ പോകുന്നത് എങ്ങനെയാണ്? ഓക്കെ, സോ ഇഫ് യു ലുക്ക് അറ്റ് വെബ് ടു ഒരു സാച്ചുറേഷനിലേക്ക് എത്തി, അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ എവിടേക്ക് തിരിഞ്ഞാലും മന്തി ഷോപ്പാന്ന് പറഞ്ഞു, നോർമലൈസ്ഡ് ആയതല്ലേ? എക്സാക്ട്ലി, സാച്ചുറേഷനിലേക്ക് എത്തി. അതായത് നമുക്ക് തന്നെ തോന്നി തുടങ്ങി, ഇനിയിപ്പോൾ ഞാനൊരു ഓൺലൈൻ ആപ്പ് തുടങ്ങിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലേ? അതായത് നമുക്ക് തോന്നുകയാണ്. ബട്ട് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾക്കിനി എന്താ ചെയ്യാൻ പറ്റുക Web3 ബിക്കോസ് ദർ ഇസ് ബ്ലൂ ഓഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഔട്ട്. സോ Web3 സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഐ തിങ്ക് ഇറ്റ് ഈസ് എ റൈറ്റ് ടൈം ടു ജമ്പ് ഇൻ ടു ഇറ്റ്, ബിക്കോസ് വി ആർ അറ്റ് ദ എഡ്ജ് ഓഫ് ദാറ്റ് എസ് കർവ്. ടെക്നോളജി അഡോപ്ഷനിലേക്ക് വരുന്നൊരു പോയിന്റിൽ നമ്മൾ നിൽക്കുന്നത്. ഗവൺമെൻറ് അഡോപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞു, മറ്റ് ഫ്ലിപ്കാർട്ട് പോലെ MNCs അഡോപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞു. ഫ്ലിപ്കാർട്ട് MNC അല്ലെങ്കിൽ കൂടി പോലെ കമ്പനികൾ അഡോപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞു. ഫ്ലിപ്കാർട്ടിനൊക്കെ ഇപ്പോഴും ഫയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റ് ഉണ്ട്, നമ്മൾ ആരും അറിയുന്നില്ല. പല പ്രോജക്റ്റുകളും ഇന്ന് വലിയൊരു അഡോപ്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് ഐ എം സെയിങ്, this is the right moment to jump into Web3 technology development and stuff like that. ഒരു നോർമൽ കോഡ് ഡെവലപ്പർ ആണെങ്കിൽ, ഒരു നോർമൽ ജാവാസ്ക്രിപ്റ്റും J++ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി മൈഗ്രേറ്റ്. സോളിറ്റി ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോളിറ്റി എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. സോളിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് EVM എതേറിയം വെർച്വൽ മെഷീനിൽ നിങ്ങൾക്ക് കോഡ് ബിൽഡ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാം, പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. ഇതെല്ലാം ഇപ്പോൾ കുറേ കമ്മ്യൂണിറ്റീസും പ്രോഗ്രാമുകളും പ്രൊജക്റ്റുകളും ഒക്കെ ലൈവാണ്. യു ക്യാൻ ഗെറ്റ് ഹൺഡ്രഡ്സ് ഓഫ് മെറ്റീരിയൽസ് ഓൺലൈൻ, ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റും. ഒരു ബേസിക് നോളജ് കമ്പ്യൂട്ടർ സയൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇറ്റ്സ് ഗോണ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സിൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോർമൽ IT ഫേം റൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബ്ലോക്ക് ചെയിൻ സ്പേസിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു 10,000 രൂപ ചാർജ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ സ്പേസ് നിങ്ങൾക്ക് നേരെ ഒരു $100 ചാർജ് ചെയ്യാം, $100K ചാർജ് ചെയ്യാം, അതായത് $100,000 ചാർജ് ചെയ്യാം. അത്രയും ഹ്യൂജ് കമ്പാരിസൺ അവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഒരു 60 ദിവസം എടുക്കുന്നു. ഈ 60 ദിവസത്തേക്ക് നിങ്ങൾക്ക് സ്പെൻഡ് വരെ 1 lakh ആണെന്നുണ്ടെങ്കിൽ സെയിം സാധനം യു ക്യാൻ ഗെറ്റ് 10 lakh ഫ്രം ഹിയർ ഇഫ് യു ഡു ഇറ്റ് ഇൻ ബ്ലോക്ക് ചെയിൻ. മനസ്സിലാവുന്നുണ്ടോ? സോ ഒരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്പർ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ബിസിനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യാം. നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഒരു വെബ് ടു ആപ്പ് ആണെങ്കിൽ ആ വെബ് ടു ആപ്പിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ടോക്കനൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിൽഡ് എ Web3 app. You can plug in all these Web3 element on top of it, like garnishing it, to make it look better. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് സ്റ്റേയിങ് വിത്ത് ദ ട്രെൻഡ് ആൻഡ് ഗോയിങ് വിത്ത് ദ ട്രെൻഡ്. നാട് ഓടുമ്പോൾ നടുവ് ഓടുക പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ അഡോപ്ഷൻ്റെ സമയത്താണ് ഇത്. നമ്മളെ കസ്റ്റമേഴ്സ് എക്സാക്ട്ലി നമ്മളെ കസ്റ്റമേഴ്സ് ഒന്നും അറിയണമെന്നില്ല, ബട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. മുസ്ലിനെ ഇപ്പോൾ ഞാനോ നീയോ ഇപ്പോൾ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അത് Web3 അത് ബ്ലോക്ക് ചെയിനിലാണോ, അത് ഏത് കോഡാണോ, വി ഡോണ്ട് കെയർ. വി ആർ എ യൂസർ, വി ആർ എ കസ്റ്റമർ അല്ലേ. ഇപ്പം നമ്മൾക്ക് എന്താ കിട്ടുന്നത്? ഒരു എക്സ്പീരിയൻസ്. നമുക്ക് എന്താ വേണ്ടത്? ഒരു എക്സ്പീരിയൻസ്. Are we gonna follow the same routine like Instagram and Facebook doing, where we gonna give email, phone number, verification code? Or what if we can do it in another way? A different experience, ഒരു wallet address, ഒരു authentication, ഒരു 2FAC, ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. Which makes us feel that this is more secure, this is more stronger. So ആ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ I think it's going to open up a lot of opportunities. Okay, experience പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിൽ പറഞ്ഞു, ഞാൻ മെറ്റാവേഴ്സിൽ എനിക്കൊരു വീട് വാങ്ങാൻ പറ്റും, കാർ വാങ്ങാൻ പറ്റും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ടോക്കൺസ് മേടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കേൾക്കുകയുണ്ടായി. ശരിക്കും ഇത്രത്തോളം അക്സെപ്റ്റൻസ് ഈ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രെയിം വർക്കിന് നമുക്ക് കാണാൻ പറ്റും? ഇൻഡീഡ്. ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിന് ഇതൊരു ഒബ്സഷനായി മാറും. ഒരു ഗെയിമർക്ക്, ഒരു ഡെവലപ്പർക്ക്, ഒരു ഡിസൈനർക്ക്, ഇപ്പം എന്നെ പോലെ ക്രിയേറ്റർക്ക് അല്ലേ. ഇപ്പോൾ മൂസിന് ഇപ്പോൾ ആ ഒരു ടൈപ്പിലൊരു ഓഡിയൻസിലേക്ക് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഫീൽ ദാറ്റ് ഓക്കെ, ലെറ്റ്സ് സേ യു ഗോണ സിറ്റ് ഇൻ എ ടേബിൾ, യു ആർ സ്റ്റോക്ക് ട്രേഡർ അല്ലേ. നീ ഇവിടെ ഇരിക്കുകയാണ്, നിനക്കൊരു 10 പേര് പഠിപ്പിക്കണം. നീ ഇരിക്കുന്നത് ഓഫീസിലാണ്, ബട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഇരിക്കുന്ന അവരെ വീട്ടുകളിലാണ്. അവർക്ക് നിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് മെറ്റാവേഴ്സ്. അതാണ് ഫ്യൂച്ചർ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ എക്സാക്ട്ലി. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി അവർക്ക് ഇത് എക്സ്പീരിയൻസ് പറ്റുന്നത് ഫോണിൻ്റെ സ്ക്രീനിലൂടെയാണ്. വാട്ട് ഇഫ് ദേ ക്യാൻ ആക്ച്വലി ഫീൽ ആൻഡ് സീ ദാറ്റ് വി ആർ സിറ്റിംഗ് ഹിയർ, ദേ ആർ സിറ്റിംഗ് ദർ ആൻഡ് വാച്ചിങ് എ സ്റ്റോക്ക്. അതാണ് എക്സ്പീരിയൻസ്. സോ അതിലേക്ക് എത്താനായിട്ട് ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളുടെ വില കുറയണം, ആൾക്കാർക്ക് ഇത് യൂസ്ഫുള്ളായി മാറണം, സർട്ടൻ ഓഡിയൻസിന് ഇത് ഒരു ഒബ്സഷനായി മാറും. പർട്ടിക്കുലർലി ഗെയിമേഴ്സിനും ഡെവലപ്പേഴ്സിനും ഡിസൈനേഴ്സ്, ക്രിയേറ്റേഴ്സ്, അപ്പോൾ അവനെ പോലെയുള്ള വീഡിയോ എഡിറ്റേഴ്സ്, ഇവർക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയ എലമെൻറ്റ്. കാരണം വി ആർ ലിവിങ് ഇൻ എ 3 dimension അല്ലേ. അതായത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഫോൺ പോലും ഇപ്പോൾ 2D ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഇഫ് ദാറ്റ് ബിക്കംസ് 3D പോലും ഇപ്പോഴും ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. സിനിമയ്ക്ക് പോകുമ്പോൾ പോലും 3D കാണാൻ ആൾക്കാർ താല്പര്യപ്പെടുന്നില്ല, കാരണം അത് കണ്ണുവച്ചിരിക്കണ്ടേ. അപ്പോൾ ആ എക്സ്പീരിയൻസിന് ആൾക്കാർ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടില്ല. വാട്ട് ഇഫ് ദേ സ്റ്റാർട്ട് ടു എക്സ്പ്ലോർ, ദ ഹോൾ ഇൻഡസ്ട്രി വിൽ എക്സ്പ്ലോർ അല്ലേ. ദ ഹോൾ ഇൻഡസ്ട്രി വിൽ എക്സ്പ്ലോർ ആൻഡ് എക്സ്പ്ലോർ. സോ എനിക്ക് തോന്നുന്നു ഇറ്റ് ടേക്സ് ടൈം, ദാറ്റ് എക്സ്പീരിയൻസ് വിൽ കം. അതൊരു മാൻഡറ്ററി ഫാക്ടറായി മാറും. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു 3-4 years ബാക്ക് മൈ ഫാദർ ബോട്ട് എ 3D TV. ദാറ്റ് ബിക്കംസ് എൻ എക്സ്പീരിയൻസ് ഫോർ എസ്. ബട്ട് എന്നാൽ പോലും ആ ടി വിയിൽ ഞങ്ങൾ 2D കാണുള്ളൂ. ഒരു 5-10 സ്പെക്സ് ഉണ്ട്. ആ സ്പെക്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഹി സ്പെൻഡ് റിയലി ഗുഡ് മണി ബിക്കോസ് ഹി വാണ്ടഡ് ടു എക്സ്പീരിയൻസ്. ഹീ ഈസ് ഓൾസോ ക്രിയേറ്റർ ലൈക്ക് മീ. ഹീസ് എ ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ. അപ്പോൾ ആളത് കൊണ്ടുവന്നു. ഒരു 500 GB ഹാർഡ് ഡിസ്കിൽ ഒരുപാട് സിനിമകൾ കൊണ്ടുവന്നു. ഐ തിങ്ക് ഐ വാച്ച്ഡ് ദി എൻറ്റയർ മൂവീസ് ഇൻ ദാറ്റ് ഹാർഡ് ഡിസ്ക്. ബട്ട് എൻ്റെ കൂടെ പല ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കൂടി ദേ നെവർ വാണ്ടഡ് ടു വിയർ ദാറ്റ് സൺഗ്ലാസ് ആൻഡ് വാച്ച് ഇറ്റ്. വൈ? സാധാരണ കണ്ടാൽ പോരെ, ഇതിനെ 3D. ഉമ്മയൊക്കെ എന്തിനെത്ര കാശ് കളയണേ? ദാറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്. So a certain audience will adopt this, get obsessed with it, and it will explode like anything. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മളൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണെങ്കിൽ നമ്മൾക്കും അതിൽ പല ബെനിഫിറ്റുകളും ഉണ്ടാവും. ബട്ട് ഐ തിങ്ക് അതിന് നമ്മൾ റെഡി ആവണം, നമ്മൾ എക്സ്പീരിയൻസ് റെഡി ആവണം. ഇപ്പം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഇതുവരെ നമ്മൾ കണ്ടതിൽ ഒരുപാട് അറിവുകൾ നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസി ആയിട്ടും ബ്ലോക്ക് ചെയിൻ ആയിട്ടും മറ്റ് ടെക്നോളജി പരമായിട്ടും മുർസാദ് നമുക്ക് പറഞ്ഞു തന്നു. വെരി താങ്ക് യു ഇതുപോലുള്ളൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ. It's a pleasure to share this moment with you, Mohsin. Thank you so much for inviting. Thank you. ഇത് ഇനിയും ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇതേപോലെ ഒരുപാട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക. ഇതേപോലെ ഇത് ഞാനും പോഡ്കാസ്റ്റ് തുടങ്ങുന്നത് പഠിക്കാനായിട്ടാണ്. ഐ ഹോപ്പ് ദാറ്റ് ഹാവ് ബീൻ യൂസ്ഫുൾ ടു ദ ഓഡിയൻസ്. പഠിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫോളോ ക്രിപ്റ്റോ ട്രൈബ്. So yeah, thank you so much. Thank you so much for inviting. Okay, bye. Cut. സോ യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി, Web3, അതുപോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജികൾ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ എഫക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോഡ്കാസ്റ്റിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മൾ വരുന്നുണ്ട്. സോ നമുക്ക് വീഡിയോ കാണാം.